ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി, ചിക്കൻ പോക്സ്, എംപോക്സ്, നിപ്പ, ഏറ്റവും ഒടുവിൽ അത് എബോള വരെ എത്തി നിൽക്കുന്നു. പല ജില്ലകളിൽ തന്നെ പല സ്ഥലങ്ങളിലും പലതരത്തിലുമുള്ള പകർച്ചവ്യാധികൾ. അതെ, കേരളം പകർച്ചവ്യാധികളുടെ ഹബ്ബായി മാറിയിരിക്കുന്നു. പനിബാധിതരായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം 13,849 എന്നാണ്. സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണിത്. സ്വകാര്യ ആശുപത്രികളിലെ കണക്ക് ഇനിയും പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്ന പനിക്കണക്കുകളിൽ ഡെങ്കിപ്പനി ബാധിതർ 68, ഡെങ്കി ലക്ഷണങ്ങളുള്ളവർ 297, എലിപ്പനി ഉള്ളത് 14 പേർക്ക്, 4 പേർക്ക് മലമ്പനി, മഞ്ഞപ്പിത്ത ബാധിതർ 15, ചിക്കൻ പോക്സ് 80 പേർക്ക്, ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം, എബോള സംശയ രോഗലക്ഷണങ്ങളോടെ ഒരാൾ. ഒരു ചങ്ങലക്കണ്ണിയിലെ കൊളുത്തുകൾ പോലെ പകർച്ചവ്യാധികളുടെ പേരും രോഗബാധിതരും ഇങ്ങനെ നീണ്ടു പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച 5 പനിമരണങ്ങൾക്ക് കാരണം ഡെങ്കിപ്പനിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ഇൻഫ്ലുവൻസയും എൻസഫലൈറ്റിസും ആണ് എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ. എന്നാൽ ഈ രോഗങ്ങളെയെല്ലാം പിന്നിലേക്ക് തള്ളി ഇപ്പോൾ മറ്റൊരു രോഗമാണ് മലയാളിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ രോഗലക്ഷണങ്ങളെക്കാൾ എല്ലാം രൂക്ഷമായ തോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ രോഗത്തിന്റെ പേരാണ് ഷിഗല്ല. അതേ, നൂറ്റാണ്ടുകളായി ലോകത്തിൽ നിലനിൽക്കുന്ന ഷിഗല്ല രോഗം കേരളത്തിലും വ്യാപിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച മാത്രം സംസ്ഥാനത്തൊട്ടാകെ 19 പേർക്കാണ് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് ആശങ്കയോടെ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ജൂൺ പാതി വരെ മാത്രമുള്ള കണക്കുകൾ അനുസരിച്ച് 91 ഷിഗല്ല കേസുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മാസം മാത്രം 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. 6 മാസത്തിനുള്ളിൽ 6 മരണങ്ങൾ. 5 മരണങ്ങൾക്ക് തമ്മിൽ 17 ദിവസത്തെ അകലം മാത്രം. കോഴിക്കോട് കൂടുതലായിരുന്ന രോഗം ഇപ്പോൾ തൃശൂർ, കണ്ണൂർ ജില്ലകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഷിഗല്ല രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ഷിഗല്ല മരണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീണ്ടും ഒരു പകർച്ചവ്യാധിയുടെ ഭയത്തിൽ കേരളം മുങ്ങിത്താഴുകയാണോ? കോവിഡിനെ നേരിട്ട നിപ്പയെ പരാജയപ്പെടുത്തിയ കേരളത്തെ വീണ്ടും വാൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണോ ഷിഗല്ല? ഷിഗല്ലയെ നാം എത്രത്തോളം ഭയക്കണം? എങ്ങനെയാണ് ഷിഗല്ല പകരുന്നത്? രോഗപ്രതിരോധം എത്രത്തോളം സാധ്യമാണ്? ഇക്കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ഷിഗല്ലയെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഷിഗല്ലയുടെ കാര്യത്തെക്കുറിച്ചാണ്. മനുഷ്യരിൽ ഗുരുതരമായ വൈറൽ രോഗമായ ഷിഗല്ലോസിസ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഷിഗല്ല എന്ന് പറയുന്നത്. 1897 ജപ്പാനിലെ ബാക്ടീരിയോളജിസ്റ്റ് കിയോഷി ഷിഗ വൈറൽക്ക മഹാമാരിയെക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ ഈ ബാക്ടീരിയയെ കണ്ടെത്തുകയായിരുന്നു. അക്കാലത്ത് ജപ്പാനിൽ പൊട്ടിപ്പുറപ്പെട്ട ചുവന്ന വയറിളക്കമായിരുന്നു ഇതേക്കുറിച്ച് പഠനം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് ഈ രോഗത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ മനസ്സിലാക്കിയതും ബാക്ടീരിയയെ തിരിച്ചറിഞ്ഞതും. പ്രസ്തുത വർഷം ജപ്പാനിൽ ആയിരക്കണക്കിന് ആളുകളാണ് വയറിളക്ക രോഗം കൊണ്ട് കഷ്ടത്തിലായത്. അവരുടെ വിസർജ്യത്തിൽ നിന്നാണ് അദ്ദേഹം ബാക്ടീരിയയെ കണ്ടെത്തിയത്. ബാസില്ലസ് ഡിസെൻട്രിയ എന്നാണ് ഈ അസുഖത്തിന് അദ്ദേഹം ആദ്യം പേര് നൽകിയിരുന്നത്. എങ്കിലും 1930 ആയപ്പോഴേക്കും ഷിഗല്ല എന്ന ബാക്ടീരിയയ്ക്ക് പുനഃനാമകരണം ചെയ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്താണ് രോഗത്തിന്റെ പേര് സ്ഥിരീകരിച്ചത്. ഷിഗല്ലോസിസ് പോലെയുള്ള വയറിളക്ക രോഗങ്ങൾ മനുഷ്യചരിത്രത്തിൽ നൂറ്റാണ്ടുകളായി നിലവിലുണ്ടായിരുന്നു. പക്ഷേ ബാക്ടീരിയയാണ് അതിന് കാരണമെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയത് ഇതോടെയായിരുന്നു. യുദ്ധകാലങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിലുമായിരുന്നു തുടക്കകാലത്ത് ഈ രോഗം വ്യാപകമായി പടർന്നത്. ശുദ്ധജലത്തിന്റെ അഭാവവും ശുചിത്വക്കുറവും രോഗവ്യാപനത്തിന് ആക്കം കൂട്ടിയെന്ന് തിരിച്ചറിയപ്പെടുന്നുണ്ട്. 4 തരത്തിലുള്ള ഷിഗല്ല ബാക്ടീരിയകൾ ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഷിഗല്ല ഡിസെൻറ്ററിയ, ഷിഗല്ല ഫ്ലക്സനറി, ഷിഗല്ല ബോയ്രി, ഷിഗല്ല സോണൈ എന്നിവയാണത്. അവയിൽ ഷിഗല്ല ഡിസെൻട്രിയാണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള രോഗമാണ് ഷിഗല്ല എന്നാണ് ചരിത്രം പറയുന്നത്. വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം വിവിധ കാലങ്ങളിലായി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1940കളിലും 1950കളിലും ഷിഗല്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്നതായി ചില റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും 1984 വെസ്റ്റ് ബംഗാളിലെ ചില പ്രദേശങ്ങളിലാണ് വലിയ തോതിൽ ഷിഗല്ല ഡിസെൻട്രി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1988, 89 വർഷങ്ങളിൽ ത്രിപുരയിലും ഷിഗല്ല രോഗം കണ്ടെത്തിയിട്ടുണ്ട്. 2002, 2003 വർഷങ്ങളിൽ വെസ്റ്റ് ബംഗാളിൽ വീണ്ടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, അഭയകേന്ദ്രങ്ങൾ, ദുരിതബാധിത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഷിഗല്ല രോഗം കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കുട്ടികൾക്ക് പുറമെ വൃദ്ധരും പ്രതിരോധശേഷി കുറഞ്ഞവരും ഇതിന് ഇരകളാക്കപ്പെടുന്നുണ്ട്.
മലിനജലം, ശുചിത്വക്കുറവ്, തിരക്കേറിയ താമസ സ്ഥലങ്ങൾ എന്നിവയാണ് ഷിഗല്ല രോഗത്തിന്റെ തീവ്രത കൂട്ടുന്ന കാരണങ്ങളും സാഹചര്യങ്ങളും. ഇനി എന്തൊക്കെയാണ് ഷിഗല്ല രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാനമായും ഷിഗല്ലോസിസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. വയർ ശൂന്യമായിരിക്കുമ്പോൾ പോലും ഇടയ്ക്കിടെ ശോധന അനുഭവപ്പെടുന്നത് ഇതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. കുടലിനെയാണ് ഷിഗല്ലോസിസ് ഗുരുതരമായി ബാധിക്കുന്നത്. ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് 3 ദിവസത്തിന് ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. 2 മുതൽ 7 ദിവസം വരെ മാത്രമേ രോഗം ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ അതിനിടയിൽ രോഗം ഗുരുതരമായാൽ മരണം വരെ സംഭവിക്കുകയും ചെയ്തേക്കാം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്. തുടർച്ചയായ വയറിളക്കം മൂലം ഉണ്ടാകുന്ന നിർജ്ജലീകരണം ഷോക്ക് എന്ന അവസ്ഥയിലേക്കും പിന്നീട് മരണത്തിലേക്കും നയിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം കുട്ടികൾക്ക് ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുമുണ്ട്. തുടർച്ചയായ വയറിളക്കം മൂലം റെക്ടൽ പ്രൊലാപ്സ് എന്ന അവസ്ഥയും സൃഷ്ടിച്ചേക്കാം. അതായത് വൻകുടലിന്റെ ഉള്ളിലെ ശ്ലേഷ്മസ്തരം മലദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളിയിറങ്ങുന്ന അവസ്ഥയാണിത്. കൃത്യമായ ചികിത്സ ലഭിക്കാത്ത സാഹചര്യത്തിൽ അപൂർവം ചിലരിൽ ഈ രോഗം ഹീമോലിറ്റിക് യൂറീമിക് സിൻഡ്രോം എന്ന സ്ഥിതിവിശേഷവും സൃഷ്ടിക്കും. അതുവഴി വൃക്കകളുടെ പ്രവർത്തനവും നിലച്ചു പോകാം. മറ്റു ചിലരിൽ വൻകുടലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അതിനുള്ളിൽ രോഗാണു പെറ്റുപെരുകി പഴുപ്പ് വയറിന് ഉള്ളിലേക്ക് ബാധിച്ച് പെരിട്ടോണിറ്റിസ് എന്ന അവസ്ഥയ്ക്കും കാരണമാകാറുണ്ട്. അപസ്മാരം, പൂർണ്ണ ബോധമില്ലായ്മ, അബോധാവസ്ഥ എന്നീ പ്രശ്നങ്ങളും ഷിഗല്ല രോഗികളിൽ ഉണ്ടാകാറുണ്ട്. ഷിഗല്ല രോഗബാധ കുട്ടിയുടെ വളർച്ചയിൽ ഗുരുതരമായ പരിക്കുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 4 തരം ഷിഗല്ലയാണ് ഉള്ളത് എന്ന് പറഞ്ഞുവല്ലോ. അതിൽ കേരളത്തിലുള്ളത് ഷിഗല്ല സോണിയയാണ്. ഷിഗല്ല രോഗനിർണയം നടത്തുന്നത് സ്റ്റൂൾ കൾച്ചർ അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് ലബോറട്ടറിയിലെ മൊളിക്യൂലർ ടെസ്റ്റുകൾ വഴിയാണ്. രോഗിയുടെ മലം സാമ്പിളിലാണ് ഷിഗല്ല ബാക്ടീരിയ കണ്ടെത്തുന്നത്. മറ്റ് വയറിളക്ക രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഷിഗല്ല രോഗത്തെ ചികിത്സിക്കുന്നത്. പുനർജലീകരണം മാത്രമല്ല ചികിത്സ, മറ്റ് ആന്റിബയോട്ടിക് തെറാപ്പി ഇവിടെ അത്യാവശ്യമാണ്. പക്ഷേ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് സ്ട്രെയിനുകളുടെ ആവിർഭാവം ചികിത്സയെ സങ്കീർണമാക്കിയിട്ടുണ്ട്. വളരെ ചെലവേറിയ ആന്റിബയോട്ടിക്കുകൾ ചികിത്സയ്ക്ക് ആവശ്യവുമാണ്. ഷിഗല്ല മൂലം ലോകത്തിൽ പ്രതിവർഷം 2 ലക്ഷം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം 65,000 ഫ്രാൻസിൽ അടുത്ത കാലത്തായി ഷിഗല്ല രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അടുത്തതായി ഷിഗല്ല രോഗം നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. മലവിസർജനത്തിന് കക്കൂസ് മാത്രം ഉപയോഗിക്കുക. കാരണം ഷിഗല്ല രോഗിയുടെ മലത്തിലൂടെയാണ് രോഗാണു പുറത്തെത്തുന്നത്. കക്കൂസിലല്ലാതെ മലവിസർജനം നടത്തിയാലോ, കക്കൂസ് ടാങ്ക് തുറന്നു കിടന്നാലോ, കക്കൂസിന് അടുത്ത് തന്നെ കിണറുകളോ ജലാശയങ്ങളോ ഉണ്ടെങ്കിലോ രോഗാണുക്കൾ വെള്ളത്തിൽ കലരാനുള്ള സാധ്യത കൂടുതലാണ്. വയറിളക്കമുള്ള ആൾ മലവിസർജനത്തിന് ശേഷം വൃത്തിയായി കൈ കഴുകാതെ ഭക്ഷണം പാചകം ചെയ്താലും കുട്ടികൾക്ക് ഭക്ഷണം വാരിക്കൊടുത്താലും രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. ശൗചാലയം ഉപയോഗിച്ച ശേഷവും ഭക്ഷണം കഴിക്കും മുൻപും കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിന് മുൻപും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകാൻ മറക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കേണ്ടതാണ്. വെള്ളം തിളപ്പിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. 5 മിനിറ്റ് നേരമെങ്കിലും വെള്ളം തിളപ്പിക്കേണ്ടതുണ്ട്. പല വീട്ടമ്മമാരും തിളച്ചു കഴിഞ്ഞ ഉടനെ അടുപ്പിൽ നിന്ന് വെള്ളം വാങ്ങി വെക്കുകയാണ് പതിവ്. അത് പാടില്ല. 5 മിനിറ്റ് നേരം വെള്ളം തിളപ്പിക്കാൻ വെക്കേണ്ടതുണ്ട്. അതുപോലെ തിളച്ച വെള്ളത്തിൽ പച്ചവെള്ളം ചേർക്കുകയും അരുത്. പെട്ടെന്നുള്ള ഉപയോഗത്തിനും കുടിക്കാനും വേണ്ടി തിളപ്പിച്ച വെള്ളത്തിൽ വെള്ളം ചേർക്കുന്ന രീതിയും പല വീട്ടമ്മമാരും അനുവർത്തിക്കാറുണ്ട്. ഇത് വെള്ളം തിളപ്പിക്കുന്നതിന്റെ പ്രയോജനം ഇല്ലാതാക്കും. ഈച്ചയാണ് മറ്റൊരു പ്രധാന ശത്രു. പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ ഈച്ച ഇരിക്കാൻ ഇടവരരുത്. ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈച്ച ഇരിക്കുന്ന ഭക്ഷണം കഴിക്കുകയും അരുത്. പച്ചക്കറികളും കഴുകി ഉപയോഗിക്കാവുന്ന പഴങ്ങളും നന്നായി കഴുകേണ്ടതാണ്. മലിനമായ ജലവും വൃത്തിയില്ലാത്ത ഭക്ഷണവും പ്രധാന ഘടകമാകുമ്പോഴും മറ്റു രീതിയിലും ഷിഗല്ല വ്യാപനത്തിന് സാധ്യതകളുണ്ട്. ഷിഗല്ലയുടെ സാന്നിധ്യമുള്ള വസ്തുക്കളിലുള്ള സ്പർശനം പോലും രോഗവ്യാപനത്തിന് കാരണമാകാം. എന്തിനേറെ രോഗബാധിതനായ കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റുന്നതും ഇക്കാര്യത്തിൽ അപകട സാധ്യതയുണ്ട്. തടാകങ്ങൾ, നീന്തൽക്കുളങ്ങൾ മുതലായവയിലെ വെള്ളവും അപകടകാരികളാണ്. ഇതിനു പുറമെ രോഗിയുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയും ഷിഗല്ല പകരാം. ഷിഗല്ല രോഗത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ മാർഗം വ്യക്തി ശുചിത്വമാണ്. ഉപയോഗിച്ച ഡയപ്പറുകൾ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുകയാണ് വേണ്ടത്. ആന്റി ബാക്ടീരിയൽ ലോഷനുകൾ ഉപയോഗിച്ച് ഭക്ഷണമേശയും മറ്റും തുടയ്ക്കാൻ ശ്രദ്ധിക്കുക. ഷിഗല്ല ബാധിതമായ വ്യക്തിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഷിഗല്ല ബാധിതരായ വ്യക്തികളെ ഒരു കാരണവശാലും ഭക്ഷണം പാചകം ചെയ്യാൻ അനുവദിക്കുകയും അരുത്. കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുകയാണ് മറ്റൊരു പ്രതിവിധി. ചെറിയ കുട്ടികൾ കൈ കഴുകുമ്പോൾ വേണ്ട രീതിയിലാണോ കൈ കഴുകുന്നത് എന്ന് മുതിർന്നവരുടെ മേൽനോട്ടം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്.
വയറിളക്കമുള്ള സമയങ്ങളിൽ പാചകം ചെയ്യുന്നതിൽ നിന്നും ആഹാര പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും അകന്നു നിൽക്കണം. അതുപോലെ വയറിളക്കം അനുഭവപ്പെടുന്ന കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. പൊതുകുളങ്ങളോ സ്വിമ്മിംഗ് പൂളുകളോ ഉപയോഗിക്കുമ്പോൾ അതിലെ വെള്ളം വയറ്റിനുള്ളിൽ ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. കിണറുകളിലെ ക്ലോറിനേഷൻ ഉറപ്പുവരുത്തുകയും വേണം. വയറിളക്കം നിർജ്ജലീകരണത്തിന് വഴിയൊരുക്കും എന്നതിനാൽ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങളും വെള്ളവും ധാരാളമായി കഴിക്കണം. ORS നല്ലതാണ് എങ്കിലും അതിന്റെ ഉപയോഗം ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷിഗല്ല രോഗവ്യാപനത്തിനിടയിൽ ശീതളപാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസ് കുറ്റമറ്റതാകണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഐസ് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന വെള്ളം ചിലപ്പോഴെങ്കിലും ശുദ്ധജലമായിരിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ തയ്യാറാക്കുന്ന ഐസ് ഷിഗല്ല രോഗത്തിന് കാരണമാകും എന്നതിനാൽ ഐസ് ഫാക്ടറികളിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ വേണമെന്ന ആവശ്യം ശക്തമായി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ജ്യൂസ് പോലെയുള്ള ശീതളപാനീയങ്ങളിൽ ഷിഗല്ല രോഗബാധ കൂടുതലാണ് എന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിപ്പയുടെ ഭീതിയിൽ കേരളം കഴിയുമ്പോഴാണ് അതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് ഷിഗല്ല വന്നിരിക്കുന്നത്. നിപ്പ ബാധിതരായി ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്നതും സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നതുമായ വ്യക്തി ആശുപത്രി വിടുകയും മറ്റൊരു പരിശോധനാ ഫലം നെഗറ്റീവ് ആവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിപ്പ സംബന്ധമായ ഭീതിയിൽ നിന്ന് കേരളം താൽക്കാലികമായിട്ടെങ്കിലും മുക്തമായിരിക്കുന്നത്. പക്ഷേ ഷിഗല്ലയുടെ കേസ് അങ്ങനെയല്ല. സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ 19 പേർക്ക് കൂടിയാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം 2, കൊല്ലം 1, എറണാകുളം 1, തൃശ്ശൂർ 3, മലപ്പുറത്ത് 1, കോഴിക്കോട് 9, കണ്ണൂർ 2 എന്നിങ്ങനെയാണ് ഷിഗല്ല കേസുകളുടെ എണ്ണം. ഇതിൽ തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ഷിഗല്ല രോഗമുള്ളത്. മലപ്പുറം, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ എന്നിവിടങ്ങളിലും ഈ മാസം ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് വയറിളക്ക രോഗങ്ങൾക്കെതിരെ സംസ്ഥാനതല ക്യാമ്പയിൻ ഈ മാസം 16 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 31-നാണ് സമാപിക്കുന്നത്. മഴക്കാലം പലതരത്തിലുള്ള പകർച്ചവ്യാധികളുടെ കാലമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിന് സർക്കാർ മുൻകൈയെടുക്കുന്നത്. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് ഈ പരിപാടിയുടെ മുദ്രാവാക്യം. ഷിഗല്ലയ്ക്കെതിരെയുള്ള വാക്സിന് വേണ്ടിയുള്ള ശ്രമം ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അത് ഇതുവരെയും വിജയപ്രദമാകാത്തത് വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ശുചിത്വക്കുറവാണ് പല മഴക്കാല രോഗങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ കാലതാമസമോ അലംഭാവമോ ഇല്ലാതെ ശുചിത്വം പരമപ്രധാനമായി കണക്കാക്കപ്പെടുക. വീടും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുകയും കൊതുകുകളുടെ ഉറവിടം നശിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ജനങ്ങളും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകണം. ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാകാനിടയുണ്ട്. അവസാനമായി നാം ചർച്ച ചെയ്യേണ്ടത് ഷിഗല്ല മൂലം എന്തുകൊണ്ട് ഇത്രയും മരണം സംഭവിച്ചു എന്നതാണ്. ഷിഗല്ല അത്ര മാരകമായ അസുഖമല്ല എന്നാണ് വിദഗ്ധ അഭിപ്രായം. പക്ഷേ ഷിഗല്ല മൂലം പലർക്കും ജീവൻ നഷ്ടമായി. ഇവിടെയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെയും മെഡിക്കൽ വിദഗ്ധരുടെയും അനാസ്ഥ വ്യക്തമാകുന്നത്. വയറിളക്കം പോലെ നിയന്ത്രിക്കാവുന്ന ഒരു രോഗമായിരുന്നു ഷിഗല്ലയും. പക്ഷേ ആ രോഗത്തിന് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല. മാത്രവുമല്ല, നിസാരവൽക്കരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 5 മരണങ്ങൾ സംഭവിച്ചത്. ഷിഗല്ലയെ സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ള ബോധവൽക്കരണം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മഴക്കാലം ഉണ്ടാകുമ്പോൾ മഴക്കാല രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുമെന്നോ അതിനെതിരെ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നോ പൊതുജനങ്ങൾക്ക് വിവരം നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കോ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ സാധിച്ചിട്ടില്ല. മലിനജലവും മലിനമാക്കപ്പെട്ട ഭക്ഷണവുമാണ് ഷിഗല്ല രോഗത്തിന് കാരണമാകുന്നത് എന്ന ബോധ്യം ഇനിയും സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ മഴക്കാലത്തും വൃത്തിയില്ലാത്തതെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവുന്ന വിധത്തിലുള്ള തെരുവോരങ്ങളിലും ഓടകൾക്ക് സമീപവും പ്രവർത്തിക്കുന്ന പല തട്ടുകടകളിലും തിരക്ക് കുറയാത്തത്. യുദ്ധവും ഇന്ധനക്ഷാമവും മൂലം ഹോട്ടലുകളിലെ ഭക്ഷണവില കുത്തനെ വർദ്ധിച്ചപ്പോൾ സാധാരണക്കാർക്ക് വിശപ്പടക്കാനുള്ള എളുപ്പമാർഗമായി തട്ടുകടകൾ മാറി എന്നത് വാസ്തവമാണ്. തട്ടുകടക്കാരുടെ വയറ്റത്തടിക്കാൻ വേണ്ടിയല്ല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അവിടെ കൃത്യമായും ശുചിയായും നടക്കേണ്ടതുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അധികാരികളുടെ കടമയാണ്. പാചകത്തിനെടുക്കുന്ന വെള്ളം ശുദ്ധമാണെന്നും നല്ലതുപോലെ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കാൻ നൽകുന്നത് എന്നും ഹോട്ടലുകളിലും അധികാരികൾ മിന്നൽ പരിശോധന നടത്തി സുരക്ഷാ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഴമക്കാർ പറയാറുള്ള ഒരു ചൊല്ലുണ്ട്, സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കരുത്. ഷിഗല്ലയുടെ കാര്യത്തിലും ഈ ചൊല്ല് ബാധകമാണ്. ആന്റിബയോട്ടിക് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമേ അടിസ്ഥാനപരമായി ഷിഗല്ലയ്ക്കുള്ളൂ. പക്ഷേ നമ്മുടെ അവഗണനയും അശ്രദ്ധയും രോഗം ഗുരുതരമാക്കുന്നു. ഷിഗല്ലയുടെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം വൈദ്യ ചികിത്സ തേടാൻ മറക്കരുത്, മടിക്കരുത്. പ്രത്യേകിച്ച് കുട്ടികൾ, വൃദ്ധർ തുടങ്ങിയവരിൽ. വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ നിന്ന് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്തുവിടാനും പുറത്തുനിന്ന് പച്ചവെള്ളം കുടിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുതിർന്നവരാണെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ
കയ്യിൽ തിളപ്പിച്ചാറിയ വെള്ളം കരുതണം. ജ്യൂസും ഷെയ്ക്കും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിലും ഷിഗല്ല തരംഗം ബാക്കി നിൽക്കുന്നിടത്തോളം കാലം അവയോട് വിട പറയാനും തയ്യാറാവണം. ആരോഗ്യത്തോടെയും ആയുസ്സോടെയും ഇരിപ്പുണ്ടെങ്കിൽ ഇനിയും ജ്യൂസും ഷെയ്ക്കും കുടിക്കാൻ കഴിയുമല്ലോ. ചുരുക്കത്തിൽ ഷിഗല്ല ഭയം വേണ്ട, ജാഗ്രത മാത്രം മതി.